കമ്മ്യൂണിസ്റ്റുകാർക്ക് പഷ്ണി മണക്കുന്ന മൂക്കുണ്ടെന്ന് പറഞ്ഞ് കുഞ്ഞിലെ തൊട്ട് പഠിപ്പിച്ച ഒരു അമ്മയുടെ മോനാണ് ഞാൻ. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് പഷ്ണി മണക്കുന്ന മൂക്കുണ്ട്. പഷ്ണി എവിടെയാണെന്ന് അവർക്കറിയാം. അതിൻ്റെ തിരിച്ചുള്ളൊരു വെർഷനാണ് പൊതിച്ചോറ് കൊടുക്കുന്നത്. അത് അത്ര ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് ചെയ്യുന്നതും ആളുകൾ. അതിൻ്റെ മറവിൽ പാർട്ടി ഓഫീസുകളിൽ കുറച്ചാളുകൾ ഇമാതിരി സെറ്റിൽമെൻറ്റ് രാഷ്ട്രീയം, ഈ ഡീല് നടത്താമെന്നാണ് ഈ ചെയ്യണത്. ഇവരുടെ ഇടപാട് എങ്ങനെയാണ് അകൃത്യങ്ങൾ ഇത്രമാത്രമുള്ള ആൾക്കാരെ നേതാവാക്കി വാഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കേട്ടാൽ അറയ്ക്കുന്ന അത്രയ്ക്കും തരത്തിലുള്ള അകൃത്യങ്ങളുള്ള ആളുകൾ നേതാക്കളാവുക, അത് തുടരെ കൊണ്ടു നടക്കുക, അതിനെ ന്യായീകരിക്കാനായിട്ട് അടിസ്ഥാന വർഗത്തിനെ ചുമതലപ്പെടുത്തുക, അത് ചെയ്തോളണം എന്നാണ് താക്കിയത്. ഞാൻ തൃശ്ശൂർ വെച്ച് ഒരു ദിവസം എൻ്റെ വണ്ടി തടഞ്ഞു. ആ ആളിനെ എനിക്ക് ഇപ്പോഴും കണ്ടാലറിയാം. ഞാൻ അന്ന് എന്നോട് പോലീസിലുള്ളൊരു സുഹൃത്ത് പറഞ്ഞു, ഇന്ന് നീ പരാതി കൊടുക്ക് പോയിട്ട് അയ്യന്തോൾ വെച്ചിട്ടാണ് ഉണ്ടായത്, വണ്ടി പറഞ്ഞ് കൊന്നുകളയെന്ന് പറഞ്ഞു. ആർക്കാണ് ഭയം ഇല്ലാതിരിക്കുക? എനിക്ക് ഭാര്യയും 2 മക്കളുണ്ട്, കുടുംബമുണ്ട്. തകർന്ന് കിടന്നിട്ട് അതിന്ന് 2 കാല് തകർത്തിന് ഞാൻ 7 വർഷം കിടപ്പിലായിരുന്നു. അതിന്ന് പതുക്കെ പിടിച്ചെണീറ്റ് വന്നതാണ്. ആർക്കാണ് ജീവന് കൊതില്ലാത്തത്? എനിക്ക് ഭയമുണ്ട്. ഈ വക ആളുകളുടെ പേരൊന്നും പറയാനേ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയക്കണം, മരണം വരെ ഭയക്കണം. അത് അത്രമേൽ അപകടമാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സെക്രട്ടറി കാലത്ത് പറഞ്ഞത്, അല്ലെങ്കിൽ 5 വർഷം മുൻപ് പറഞ്ഞത്, എയറിൽ കയറിയപ്പോൾ പതുക്കെ മാറ്റി പറഞ്ഞിട്ടുള്ളത്. അത് കുട്ടിയല്ലേ? പക്ഷേ എനിക്കതൊരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു കേട്ടോ. ആ കുട്ടി കോംപ്രമൈസ് ഒന്നും ചെയ്യൊന്നുമില്ല. 20 വയസ്സിൽ പാർട്ടിക്ക് വേണ്ടി ഒരു മാമൂട്ടേട്ടൻ പറഞ്ഞിട്ട് ഫാനിൽ തൂങ്ങിക്കിടന്ന് ഇടി കൊണ്ടൊരു കുട്ടിയുണ്ട്. അതിൻ്റെ അടുത്ത് ഇമ്മാതിരി ഉമ്മാക്കിയൊന്നും നടക്കൂല. കോംപ്രമൈസ് ചെയ്യുകയില്ല, ഇവരിട്ട് ഭയക്കുകയില്ല. ഭയപ്പെടുത്താൻ നോക്കിക്കോട്ടെ, നടക്കുമൊന്നുമില്ല. ജോഷി, ഒരുപാട് ഇടപെടലുണ്ടായി സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞ് കളിപ്പിച്ചിട്ടുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് തോന്നി ഇപ്പൊ ഈ ശരത്ത് പറയുന്നത് ഇത് കരുവന്നൂരിൽ ഈ കണ്ണന്റെ പേരൊക്കെ പുറത്തേക്ക് വരുന്നതിന് ശേഷമാണോ അതിന് മുമ്പാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ആ സമയഘടന വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ എം കെ കണ്ണന്റെ പേര് പുറത്തേക്ക് വരുന്ന ഇ ഡി ഒക്കെ വരുന്നതിന് മുമ്പാണ് ശരത്ത് കണ്ണേട്ടൻ ഈ പറയുന്ന തൃശ്ശൂർ റൗണ്ടിൽ കപ്പലണ്ടി വിറ്റ് നടന്ന കോടാനുകോടിപതിയായി എന്നുള്ള അറിവ്. അത് സാധാരണ വർത്താനമാണ്. അത് മനസ്സിലാക്കാൻ ശരത്തൊരു പാവം പിടിച്ചവനാണ്. ഈ പറയുന്ന മറ്റൊരു സഖാവുമായിരുന്നപ്പോൾ സംസാരിക്കുന്ന എല്ലാവർക്കും പറയുന്നത് സാധാരണ വർത്താനം. അത് ഒന്നെൻ്റെ ഒരു അറിവ് പറയട്ടെ. ഞാൻ 19 വയസ്സിൽ പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള ആളാണ്. അന്ന് SFIയുടെ ഏരിയ കമ്മിറ്റിയിലുണ്ട്. തൃശ്ശൂർ ജില്ലയിലത്തെ ഏറ്റവും വലുതെന്ന് ഞാൻ അഭിമാനിച്ചിരുന്ന നരിക്കുഴി യൂണിറ്റ്, കാട്ടൂരിൻ്റെ നരിക്കുഴി യൂണിറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്നു ഞാൻ. അത് എതിരിട്ട് വന്നത് അത്രയും ദുഷ്കരമായിട്ടുള്ള പാർട്ടി പ്രവർത്തനമാണ് ഞങ്ങളുടെ. അത് ഇന്നും ഞാൻ എൻ്റെ അസുഖങ്ങൾക്കിടയിൽ ഒന്നും ഒരു തെളിമക്കാലം കിട്ടിക്കഴിഞ്ഞാൽ ഇന്നും രക്തം കൊടുക്കുന്ന ആളാണ്. അത് പഠിപ്പിച്ചത് DYFI ആണ്, SFI ആണ്. 17 വയസ്സിൽ ആദ്യമായിട്ട് ബ്ലഡ് കൊടുത്തത് ഞാൻ. ഇന്നും പറഞ്ഞിട്ടുള്ള ജീവനോടെ ഒരു കിഡ്നി കൊടുക്കാൻ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്, കരൽ പാതി കൊടുക്കാനായിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതും പഠിപ്പിച്ചത് അതേ പ്രസ്ഥാനമാണ്. നേരെ തിരികെ ഇമാതിരി ആളുകളെ ഒരു പൊടിക്ക് കൂട്ടാക്കില്ല. പേര് പറയുന്നില്ല, നിങ്ങൾ ഈ പറഞ്ഞ പേരുകളൊക്കെ കൂട്ടി വായിച്ചോളൂ. അവർ മാത്രമല്ലല്ലോ എന്നുവെച്ചാൽ പൊളിറ്റിക്കൽ സെക്രട്ടറി തൊട്ട് കഴിഞ്ഞാൽ എത്ര ആൾക്കാർ അസഭ്യം പറയുന്നു. ഇവരുടെ പേരിൽ കൊടിയനെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇകഴ്ത്തുന്ന കുറ്റം പറയുന്ന എത്ര ആൾക്കാരുണ്ട്. എത്ര കർഷക തൊഴിലാളികൾക്ക് വേദനിക്കും, എത്ര അടിസ്ഥാന വർഗത്തിലെ തൊഴിലാളികൾക്ക് വേദനിക്കും. അത് ഇവർക്ക് ആർക്കെങ്കിലും വല്ല ചിന്തയുണ്ടോ? DYFI SFI എന്ന് പറഞ്ഞ സാധനം ഒരു തമാശ പ്രസ്ഥാനമൊന്നും അല്ലാതെ. അതിൽ നിങ്ങൾ ഈ 1-2 ആളുകളെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇപ്പോൾ പോലീസുകാരെ പറയുന്ന പോലെ തന്നെ 1-2 ആളുകളെ മോശം പ്രവർത്തിയുടെ പേരിൽ പറയാനുണ്ടാവും. സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെയാണ് പാർട്ടിയും സംഘടനയും. അതിലുണ്ടാവും ആളുകൾ. പക്ഷേ മാർക്സിസ്റ്റ് എന്ന് പറഞ്ഞ സംഗതിക്ക് കളവോ കവർച്ചയോ മറ്റു സംഗതികളൊന്നും തൊട്ടുകൂടാ. അവിടെ എങ്ങനെയാണ് നേതാക്കളുടെ പേര് വരുന്നത്? എന്താണ് ആളുകൾക്ക് ഇവരെ എതിർക്കാനായിട്ടോ അല്ലെങ്കിൽ പുറത്താക്കാനായിട്ടും മടി? എവിടെയാണ് പാർട്ടി സെക്രട്ടറിമാർ ഇവർ സംശുദ്ധരായിട്ടുള്ള രാഷ്ട്രീയക്കാരാണെന്ന് പറയേണ്ടി വരുന്നത്? എന്ത് അപജയകാലത്താണ് നമ്മൾ ജീവിക്കേണ്ടി വരുന്നത്? ചോദ്യങ്ങളാണ് അടിസ്ഥാന വർഗം ഇവർക്ക് വേണ്ടി. ഉറപ്പായും ചോദ്യങ്ങളാണ് എന്ന് പറയുമ്പോൾ പോലും താങ്കൾ പറഞ്ഞതുപോലെ ആണ് സത്യം. ഇപ്പോൾ കയ്യിൽ 5 പൈസ എടുക്കാനില്ലാത്ത, വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലാത്ത, അങ്ങേയറ്റം ആത്മാർത്ഥമായി പണിയെടുക്കുന്ന നേതാക്കളെയും പ്രവർത്തകരൊക്കെ നമുക്ക് നേർക്കുന്നവർ അറിയുന്നവരാണല്ലോ. അവർക്കും ഉള്ളിൽ അമർഷവും രോഷവും ഒക്കെ ഉണ്ട്. മാത്രമല്ല അവർ കരുതുന്ന അവരുടെ ഉത്തരവാദിത്വം, അവരുടെ ജോലി ഇതിനുവേണ്ടി
നിഷ്കാമ കർമ്മത്തിൽ പണിയെടുക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നുണ്ട്. അത് അവർ ചെയ്തു കൊടുക്കുകയും ചെയ്യും, മരിക്കും വരെ ചെയ്യും, 5 പൈസ ഉണ്ടാക്കത്തുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.